നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജന്റെ മനോഹരമായ വഴിയടി ദൃശ്യങ്ങളാണിത്. വീട്ടിലെത്തിയാൽ ലഭിക്കുന്ന ചോറും അമ്മ നൽകുന്ന പലഹാരങ്ങളും ഒക്കെയാണ് ഈ മനസ്സിൽ ഇപ്പോഴുള്ളത്. വത്തിക്കാൻ തോട്ടിൽ വിസ്തരിച്ചുള്ള കുളി കഴിഞ്ഞുള്ള വരവാണ്. ഒന്നാം പാപ്പാൻ മനോജും രണ്ടാം പാപ്പാൻ ഷാരടിയും പിന്നെ പാമ്പാടി രാജന്റെ എപ്പോഴും സഹായിയായി ഒപ്പമുണ്ടായിരുന്ന അനീഷ് ഗോപിയും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ ഫോട്ടോഗ്രാഫർമാർ പാമ്പാടി രാജന്റെ കുളിക്കുന്ന ദൃശ്യങ്ങളും വഴിയടിയുടെ ദൃശ്യങ്ങളും പകർത്താനായും ഒപ്പമുണ്ട്. രാജൻ നടന്നു വരുമ്പോൾ ഒപ്പം വാഹനങ്ങളും വഴിയാത്രക്കാരും ഒപ്പം കൂടുമ്പോൾ അതൊരു ചെറിയ ഘോഷയാത്രയായി മാറാറുണ്ട്. ഇത്തവണ വീട്ടിലെത്തിയപ്പോൾ രാജന് നല്ല വിശപ്പായിരുന്നു. ആഹാരം കൊണ്ടുവരാൻ അല്പം വൈകിയപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ അസ്വസ്ഥതകളും രാജൻ പ്രകടിപ്പിച്ചു. ആ കാഴ്ചകളിലേക്ക്. പതിവ് പോലെ ആദ്യം ഷെൽവിയാണ് ബിസ്ക്കറ്റുമായി എത്തിയത്. ബിസ്ക്കറ്റിന്റെ കവർ ഉൾപ്പെടെ പിടിച്ചു വാങ്ങാനുള്ള ശ്രമവും രാജൻ നടത്തിയത്രേ. നന്നായി തേച്ചുരച്ച് മണിക്കൂറുകൾ കുളിപ്പിച്ചതിന്റെ ലക്ഷണങ്ങൾ രാജന്റെ ദേഹത്തെ കാണുവാനുണ്ടായിരുന്നു. തേച്ചുരച്ചുള്ള ശക്തമായ കുളി രക്തയോട്ടം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി വീട്ടിലുണ്ടായിരുന്ന 2 കുമ്പിളുമായി ലീലാമ്മ ചേച്ചി എത്തി. എന്നാൽ ഇതുകൊണ്ടൊന്നും തൃപ്തനാകുവാൻ രാജൻ തയ്യാറായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ അമ്മ പച്ചക്കായ കൊണ്ടുവന്ന് നൽകി.
ആദ്യത്തെ കായ കഴിച്ച രാജൻ പിന്നീട് അമ്മ നൽകിയപ്പോൾ അത് നിലത്തേക്കിട്ടു. "ഇതു മാത്രമേ ഉള്ളോ? എനിക്ക് ചോറാണ് വേണ്ടത്, നന്നായി വിശക്കുന്നു" എന്ന മറുപടി പറയും പോലെ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ പച്ചക്കായ വാങ്ങുവാനും കൂട്ടാക്കിയില്ല. ഇതോടെ ചോറ് വേഗം എടുത്തുകൊണ്ട് വരുവാൻ ചേച്ചി നിർദ്ദേശിച്ചു. രാജൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിന്നു. താഴെ വീണ പച്ചക്കായ എടുത്തു തിന്നാൻ കൂട്ടാക്കാതെ തുമ്പിക്കൈ മടക്കി ഒറ്റ നിൽപ്പായിരുന്നു. റോഡരികിൽ കൈക്കുഞ്ഞുങ്ങളുമായി വരെ കാണികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ചോറുരുള കിട്ടിയപ്പോഴാണ് രാജൻ വായ തുറന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി വയറും മനസ്സും നിറഞ്ഞ് രാജൻ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മറിയവും ഭക്ഷണം നൽകി. ചോറുണ്ട് വയറ് നിറഞ്ഞപ്പോൾ പിന്നീട് അത് സംഭവിച്ചു. നിലത്ത് കിടന്നിരുന്ന പച്ചക്കായ രാജൻ എടുത്ത് കഴിച്ചു. തന്റെ അമ്മ തന്നതൊന്നും അവൻ അവിടെ ഇട്ടേച്ചു പോവില്ല. അത് തന്റെ അമ്മയ്ക്ക് വിഷമമാകും എന്ന് മറ്റാരെക്കാളും നന്നായി പാമ്പാടി രാജൻ അറിയാം. മനോജ് പോകാമെന്ന് പറഞ്ഞെങ്കിലും രാജൻ കാത്തു നിൽക്കുകയാണ്. കാരണം അമ്മ പലഹാരം കൂടി നൽകാനുണ്ട് എന്ന് അവനറിയാം. ഒടുവിൽ ലീലാമ്മ ചേച്ചി പലഹാരവും വെള്ളരിക്കയും ആയി എത്തി. അത് നൽകിയ ശേഷം പറഞ്ഞു, "മോനെ പൊക്കോ." അമ്മയുടെ അനുമതി കിട്ടിയതോടെ രാജൻ കെട്ടുതറയിലേക്ക് യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ വലിയ ഹാപ്പിയാണ് എന്ന് അറിയിക്കാനായി തുമ്പിക്കൈ ഉയർത്തി വഴിയിൽ നിന്നവരെ അഭിവാദ്യം ചെയ്യുവാനും രാജൻ മറന്നില്ല. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ 250-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.